നമസ്കാരം കേട്ടാ. ആരാണ് ഈ ഉമ്മൻചാണ്ടി? അത് കൊള്ളാം, അടിപൊളി ചോദ്യം. ആരാണ് ഉമ്മൻചാണ്ടി എന്നല്ലേ? എന്തായാലും നിന്റെ തന്തയല്ലടാ, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഉമ്മൻചാണ്ടി ആരാന്ന് അറിയത്തില്ലാത്ത ഇങ്ങനെ ചോദിക്കുന്ന ഇവനെയൊക്കെ സിനിമയ്ക്ക് എടുത്തവരൊക്കെ വേണം ആദ്യം തല്ലാനായിട്ട്. എന്തിനാടോ 3 ദിവസമൊക്കെ? ചേടാ അതറിഞ്ഞില്ലേ? അവിടെ മരിപ്പിന്റെ ചായയും വടയും കൊടുക്കുന്നുണ്ടായിരുന്നു. ചെല്ലാൻ മേലായിരുന്നു, ചെന്ന് മൂഞ്ചിട്ട് പോരാൻ മേലായിരുന്നു നിനക്കും. ഇങ്ങനെ നന്ദിയില്ലാത്ത നായായി പോയല്ലോടോ താനൊക്കെ. ഒന്നുമല്ലെങ്കിലും തന്നെ വളർത്തിക്കൊണ്ടു വന്ന നാടല്ലേടോ ഇത്. ആ നാട്ടിലെ ഒരു ജനനായകനല്ലേടോ ഇത്. സബൂറകൾ നിർത്തിയിട്ട് പോ. പത്രക്കാരോട് പറയണേ ഉമ്മൻചാണ്ടി ചത്ത്. ഞങ്ങൾ എന്ത് ചെയ്യണം? എന്റെ അച്ഛനും ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്ത്. എടോ, ഈ പത്രക്കാരോട് സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഇത് നിർത്തിയിട്ട് പോകാൻ പറഞ്ഞ തന്റെ ഒക്കെ ഈ തിരുമോന്ത പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ എങ്ങനെ കാണും? ഈ സോഷ്യൽ മീഡിയയും പത്രവും ഇതൊക്കെ ഉള്ളത് കൊണ്ടല്ലേ താനൊക്കെ വളർന്ന് ഇവിടെ വരെ എത്തിയേ. ആ ഒരു ബോധമെങ്കിലും തനിക്കില്ലാതായി പോയോ? കഞ്ചാവ് അടിച്ചുകൊണ്ടിരുന്ന് എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചാ ഇത് കേരളമായതുകൊണ്ട് എന്തും നടക്കുമായിരിക്കും എന്നൊരു ഇതുണ്ട്. പക്ഷേങ്കിൽ നടക്കും, അത് സംഭവം ശരിയാണ്. ആ ഒരു പോക്കാ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും അടുത്തും നടക്കത്തില്ല, എപ്പോഴും നടക്കത്തില്ല. പക്ഷേ തനിക്കിപ്പോൾ കളം മാറിപ്പോയി, പറഞ്ഞ കളം മാറിപ്പോയി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന രീതിയിൽ ഉള്ള ഒരു ജനനായകനാണ് ആ മഹത് വ്യക്തി. പുള്ളിക്കാരനെ ചൊറിഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ പ്രജകള് തീർച്ചയായിട്ടും കയറി മാന്തിയിരിക്കും. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറഞ്ഞ ഭക്ഷണമാക്കുന്നില്ല. എന്തായാലും പറഞ്ഞതിനുള്ള മറുപടി എൻ്റെ രീതിയിൽ ഞാൻ പ്രതികരിച്ചു, അത്ര മാത്രം.